ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കിണ്ണത്തപ്പമാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പം. അപ്പോൾ ഇത് ഞാൻ പച്ചരി കുതിർത്തരച്ചാണ് കിണ്ണത്തപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ടൊരു 3/4 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അരിച്ച് മാറ്റണം. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിൽ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ അരച്ചെടുത്ത തേങ്ങാപ്പാൽ അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അരിച്ച് മാറ്റണം. 1 പാൽ 2 പാൽ അങ്ങനെ പ്രത്യേകിച്ച് പാലാറ്റൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ പാലാറ്റങ്ങ് എടുത്താൽ മതി. കുറച്ചേ വെള്ളം ഒഴിച്ചാൽ തേങ്ങയിലുള്ള പാൽ മൊത്തം അങ്ങ് അരിച്ച് മാറ്റണം. അങ്ങനെ നമ്മൾ തേങ്ങാപ്പാലെല്ലാം അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത നമുക്ക് ശർക്കര ഒന്ന് പാനിയാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് ഒരു 300 ഗ്രാം ശർക്കര ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ശർക്കരയിലൊരു കുത്തലുണ്ട് കേട്ടോ, അതൊന്ന് മാറാൻ വേണ്ടി നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് അതും ഒന്ന് മാറ്റി വയ്ക്കുക. ഇനി ചീനച്ചട്ടിയിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് മൂത്ത് വരുമ്പോഴേ അതിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ച് അതും ഒന്ന് മാറ്റി വയ്ക്കണം. ഇനി അടുത്ത നമുക്ക് അരി അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി മിക്സിയുടെ ജാറിലോട്ട് കുതിർത്ത 1 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ 2-3 ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തരി കാണരുത്, നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് അതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റുക. എന്നിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഈ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറൊന്ന് കഴുകി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അടുത്ത നമ്മൾ ശർക്കര പാനിയാക്കി വെച്ചേക്കുന്നത് ഒരു അരിപ്പയിൽ കൂടെ ഒഴിച്ച് ഇതിലോട്ട് അരിച്ചൊഴിക്കണം. ശർക്കരയിൽ അഴുക്ക് കാണും കേട്ടോ, അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടി ഒന്ന് അരിച്ച് മാറ്റുന്നത്. എന്നിട്ട് ആ പാത്രത്തിലോട്ട് ബാക്കി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് ആ പാത്രം കൂടെ ഒന്ന് കഴുകി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. വേറെ നമ്മൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ല, ഈ തേങ്ങാപ്പാൽ മാത്രം തന്നെയാണ് ചേർക്കുന്നത്. അങ്ങനെ ഇതെല്ലാം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മാവ് ഈ ഒരു പരുവത്തിലാണ് കലക്കിയെടുക്കേണ്ടത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇഡലി തട്ടിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലൊരു തട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു പാത്രത്തിൽ എണ്ണ തടവിയിട്ട് നമ്മൾ മാവ് ഇതിലോട്ട് കുറേശ്ശെ കോരി ഒഴിക്കണം. അപ്പം നമുക്ക് എത്രയാണോ കട്ടി വേണ്ടത് അതിനനുസരിച്ച് മാവ് ഒഴിച്ചു കൊടുക്കണം. ഞാൻ കട്ടി കുറച്ചാണ് കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി കൊണ്ട് അടച്ച് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഒരു 20 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി ഒരു പപ്പടം കുത്തി വെച്ചൊന്ന് കുത്തി നോക്കുക. അതിൻ്റെ ഉൾഭാഗം വെന്തിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ കുത്തി നോക്കിയപ്പോൾ ഒട്ടുന്നൊന്നുമില്ല. അങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് മാറ്റാം. ഇനി ബാക്കി വന്ന മാവും കൂടെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഞാൻ എണ്ണ തടവി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ആവി വെച്ചെടുക്കണം. അങ്ങനെ ബാക്കി വന്ന മാവെല്ലാം ഞാൻ മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഒത്തിരി കട്ടിയായിട്ടാണ് ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊരു മൂടി കൊണ്ട് അടച്ച് ഇതൊന്ന് 20 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ കിണ്ണത്തപ്പം തണുത്തതിന് ശേഷം ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 2-3 രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അരിപ്പൊടി വെച്ച് ഉണ്ടാക്കാം, അരി അരച്ചുണ്ടാക്കിയെടുക്കാം, പിന്നെ അതുപോലെ തന്നെ കുറുക്കി ഉണ്ടാക്കിയെടുക്കാം. അപ്പം 2-3 രീതിയിൽ കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഈ രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതൊന്ന് കട്ടി കുറച്ചുണ്ടാക്കിയെടുത്തേണ് കേട്ടോ. ആദ്യത്തെ കിണ്ണത്തപ്പം ഞാൻ കട്ടി കുറച്ചുണ്ടാക്കിയെടുത്തേക്കാണ്. രണ്ടാമത്തെ കിണ്ണത്തപ്പം കറക്റ്റ് കൂട്ടിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇത്ര കട്ടിയുണ്ട് കേട്ടോ. ഇത് നല്ല സോഫ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം.